ഹലോ നമസ്കാരം. ഇന്ന് നമുക്ക് ചെടിച്ചട്ടിയൊക്കെ തൂക്കിയിടാനുള്ള കയറ് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നൊരു രീതിയാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമുക്കൊരു 3 കയറുകൾ 2 മീറ്റർ വീതം നീളത്തിൽ നമ്മൾ മുറിച്ചെടുക്കുന്നു 3 എന്നിട്ട് അത് നേരെ നടുക്ക് വെച്ച് മടക്കിയതിന് ശേഷം ഇതുപോലുള്ളൊരു കമ്പിയിലോ മറ്റോ നമുക്ക് തൂക്കിയിടാം. തൂക്കിയിട്ടതിന് ശേഷം ഇതുപോലെ നമ്മൾ ഒന്ന് കെട്ടിയെടുക്കുകയാണ്. മുകളിൽ നിന്ന് ഒരു 1.5 ഇഞ്ചൊക്കെ വിട്ടിട്ട് നമുക്കിതുപോലെ ഒന്ന് കെട്ടിയെടുക്കാം. അപ്പോൾ അത് കെട്ടിയെടുക്കും. അപ്പോൾ ഇത് നമുക്ക് ഏത് തരം കയറിൽ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നമുക്ക് സിമ്പിളായിട്ട് വീടുകളിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണിത്. അപ്പോൾ നമുക്കത് അവിടെ ഒരു കെട്ടിട്ടിട്ടുണ്ട്. നമ്മൾ കെട്ടിട്ടിട്ട് ഒന്ന് വലിച്ച് ഒന്ന് എടുത്തതിന് ശേഷം നമുക്ക് ഈ കയറ് നമുക്ക് ഒരു 3 പാർട്ടാക്കിയിട്ട് 2 വീതമുള്ള 3 പാർട്ടാക്കിയിട്ട് എടുക്കാം. എന്നിട്ട് അതിൽ ഒരു പാർട്ട് നമുക്ക് ഇതുപോലെ വീണ്ടും കുറച്ച് താഴെയായിട്ട് ഇതുപോലെ നമ്മളെ ചട്ടീൻ്റെ ആ വലുപ്പമൊക്കെ അനുസരിച്ച് നമുക്ക് അത് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ചെറിയ ചട്ടിയൊക്കെ ആണെങ്കിൽ കുറച്ച് താഴെ കൊണ്ടുവന്ന് കെട്ടാം നമുക്ക്. അതല്ലെങ്കിൽ നമുക്കിതുപോലെ ഈ ഒരളവിൽ നമുക്ക് ആ ചട്ടീൻ്റെ സൈസ് ഏകദേശം നോക്കി നമുക്കിതുപോലെ കെട്ടിയെടുക്കാം. അപ്പോൾ അത് ഒരെണ്ണം കെട്ടി നമ്മൾ ഇനി നമുക്ക് അടുത്ത ആ 2 ഒന്ന് കെട്ടിയെടുക്കാം. അതുപോലെ ഈ 3 പാർട്ടായിട്ടുള്ള 3 ഈ 2 വെച്ചിട്ടില്ല അത് നമുക്ക് ഇതുപോലെ കെട്ടിയെടുക്കാം. ഇത് മെടഞ്ഞൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ചൊരു ബുദ്ധിമുട്ടാണത്. അപ്പോൾ അതിന് നമുക്ക് വേറൊരു വീഡിയോയിൽ അത് കാണിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ ഒന്ന് ഓളാക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അന്നേരം തന്നെ എത്തുന്നതാണ്. അപ്പോൾ ഇത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഇത് കണ്ടോ 3 നമ്മൾ ഇതുപോലെ കെട്ടിയെടുക്കുകയാണ്. ഇതുപോലെ കെട്ടിയെടുക്കും. അപ്പോൾ ഏകദേശം ഒരേപോലെ വരുന്ന രീതിയിൽ തന്നെ നമുക്ക് കെട്ടിയെടുക്കാം. അപ്പോൾ 3 പാർട്ട് നമ്മൾ കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ആദ്യം എടുത്ത പോലെ ഒരു പാർട്ട് എടുത്തിട്ട് അതിൻ്റെ ഒരു കയർ നമ്മൾ എടുത്തിട്ട് മറ്റേ ഇതിൻ്റെ ഒരു കയറും കൂടി എടുത്തിട്ട് ഇതുപോലെ ഒരു പാർട്ടിൻ്റെ വരുന്ന ഒരു കയറും മറ്റേതിൻ്റെ വരുന്ന ഒരു കയറും കൂടി തമ്മിൽ നമുക്ക് ഒന്ന് കെട്ടിയെടുക്കാം ഇതുപോലെ. അപ്പോൾ അത് നമുക്ക് നമ്മുടെ ചട്ടിയുടെ വലിപ്പത്തിനനുസരിച്ച് നമുക്ക് നോക്കിയിട്ട് അതിൻ്റെ ഇത് കെട്ടേണ്ട എവിടെയാണെന്നുള്ളത് നമുക്ക് ക്രമീകരിക്കാവുന്നതാണിത്. ചെറുതൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് കെട്ടുക, കുറച്ച് വലുതാണെങ്കിൽ ആ രീതിയിൽ നമുക്ക് മാറ്റം വരുത്തിയിട്ട് ചെയ്യാവുന്നതാണ്. ഇതുപോലെ കെട്ടിയെടുക്കുക. ഇനി നമുക്ക് അതിൻ്റെ 2ാമത്തെ കയറും മറ്റേ പാർട്ടിൻ്റെ ആദ്യ കയർ അത് നമുക്ക് അതിലേത് കയർ വേണമെങ്കിൽ എടുത്തിട്ട് അത് തമ്മിലൊന്ന് കെട്ടിയെടുക്കാം. നമുക്കൊരു 2 മിനിറ്റ് കൊണ്ട് തന്നെ ചെയ്ത് തീർക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. ഇപ്പോൾ ഇത് നമുക്ക് ചെറിയൊരു കയർ കിട്ടാൻ ഇതുപോലത്തെ കയർ കിട്ടാനുണ്ട്, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സൈസ്. അതാണെങ്കിൽ നമുക്ക് ഒരു 2 രൂപയൊക്കെ ചിലവ് വരുള്ളൂ. ഇതിനൊക്കെ ആകുമ്പോൾ ഒരു 7 രൂപ 8 രൂപ റേഞ്ചിലൊക്കെ നമുക്ക് ചിലവ് വരുള്ളൂ. കണ്ടോ? അപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മളിങ്ങനെ കെട്ടിക്കൊണ്ടു. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ആദ്യം കെട്ടിയതിൻ്റെ ഫസ്റ്റ് കയറും അവസാനം കെട്ടിയതിൻ്റെ ലാസ്റ്റ് കയറും എടുത്തിട്ട് നമുക്ക് ഒന്ന് ഇതുപോലെ കൂട്ടിക്കെട്ടാം. അപ്പോൾ അത് നമുക്ക് ഇത് 3 ഒരുപോലെ വരുന്ന രീതിയിൽ കെട്ടിയെടുക്കാം. ഇതുപോലെ ചെയ്തെടുക്കാം. ഇപ്പം ഇങ്ങനെ ഇത് കണ്ട. ഇനി നമുക്ക് എന്താക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എല്ലാ കയറും കൂടി കൂട്ടിയിട്ട് നമുക്ക് അടിയിൽ ഇതുപോലെ കെട്ടിയെടുക്കാം. ഇതുപോലെ എടുത്തിട്ട് അങ്ങ് കെട്ടിയെടുത്താൽ മതി. പലർക്കും ഇത് അറിയുന്നതായിരിക്കും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണിത് ഈ രീതിയിൽ കാണിച്ചു തരുന്നത്. കേട്ടോ? ഇതുപോലെ നമുക്ക് കെട്ടിയെടുക്കാം. ഇനി നമുക്കിത് ഒന്ന് വലിച്ചു മുറുക്കിയതിന് ശേഷം ഇതിൻ്റെ എൻഡ് നമുക്കൊന്ന് വേണമെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് വേണമെങ്കിൽ ഒന്ന് ഉരുക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതായി. ഇതുപോലെ നമുക്ക്
ചട്ടി വെക്കാവുന്നതാണ്. ഇത് നമുക്ക് ഇത് വേണമെങ്കിൽ കെട്ട് കുറച്ച് മുകളിലേക്ക് വേണമെങ്കിൽ മുകളിലേക്ക് ഇടാം, എങ്ങനെ വേണമെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ആക്കിയിട്ട് കെട്ടാം. അപ്പോൾ ഇതുപോലെ ഹാങ് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.